ഹലോ ഗൈസ്, നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ ചൂട് സമയത്ത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആയിരിക്കും. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഈ ഒരു പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഈ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാവുന്നതാണ്. തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരിവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിലൂടെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മിക്സർ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ച് ഓറഞ്ച്, മുന്തിരി, അതുപോലെ കുറച്ച് ആപ്പിൾ, കുറച്ച് സ്ട്രോബെറി, അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതെല്ലാമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ചേർത്താലും മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് ഹണി, അത് നമ്മുടെ തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.